പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉപരോധങ്ങളെയും കാറ്റിൽ പറത്തി ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പിന്നിൽ ശക്തമായ കാവലായി നിൽക്കുന്നത് ആരാണ്? ലോകം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇത് ഇസ്രായേലിന്റെ മാത്രം യുദ്ധമാണോ, അതോ ഇതിനു പിന്നിൽ അമേരിക്കയുടെ കൃത്യമായ തിരക്കഥയുണ്ടോ? അതിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കാണുന്നത്. ഒരു വശത്ത് സമാധാന ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെയുള്ള എല്ലാ പ്രമേയങ്ങളും വീറ്റോ അധികാരം ഉപയോഗിച്ച് അമേരിക്ക വെട്ടിമാറ്റുകയും ചെയ്യുന്നു. ഈ നയതന്ത്ര ഇരട്ടത്താപ്പാണ് അന്താരാഷ്ട്ര സമൂഹത്തിനു മുമ്പിൽ ഇവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാനിലെ വിവിധ നഗരങ്ങളിൽ അമേരിക്ക തന്നെ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതിന് തിരിച്ചടിയായി തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു. ഈ മേഖലയിലൂടെയുള്ള എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗതാഗതവും തടയുമെന്ന് ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. ഇറാനിലെ സിരിക്ക്, മിനാബ് എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നുമായി തീർന്ന അമേരിക്കയും ഇസ്രായേലും ലോകത്തിനു മുമ്പിൽ തമ്മാടി രാജ്യമായി നിലകൊള്ളുകയാണ്. ഗസയിലെയും ലബനനിലെയും വംശഹത്യക്കും അധിനിവേശത്തിനുമെതിരെ ലോകമെമ്പാടും പ്രതിഷേധമുയരുമ്പോഴും ഇസ്രായേലിനുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായം അമേരിക്ക ഇപ്പോഴും തുടരുകയാണ്. അത്യാധുനിക ആയുധങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകി ഇസ്രായേലിനെ മുൻനിർത്തി അമേരിക്ക പശ്ചിമേഷ്യയെ ലക്ഷ്യമിടുന്നത് എന്താണ്? തങ്ങളുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളും എണ്ണ വിപണിയിലെ ആധിപത്യവും നിലനിർത്താൻ ഒരു യുദ്ധം അമേരിക്കക്ക് അനിവാര്യമാണോ? ഈ സഖ്യത്തിന്റെ നീക്കങ്ങൾ കേവലം ഒരു പ്രാദേശിക യുദ്ധത്തിൽ ഒതുങ്ങുന്നില്ല. ചെങ്കടലും ഹുർമൂസ് കടലിടുക്കിലും രൂപപ്പെടുന്ന പുതിയ സമുദ്ര സുരക്ഷാ ഭീഷണികൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെയാണ് തകർക്കുന്നത്. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നതും ഇന്ധനവില വർധനവും ലോകത്തെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിന്റെ ഈ ഭ്രാന്തൻ നയങ്ങൾ അന്താരാഷ്ട്ര വാണിജ്യപാതകളെ പോലും യുദ്ധക്കളമാക്കുകയാണ്. പുതിയ സാഹചര്യത്തിൽ റഷ്യയും ചൈനയും ഇറാനും അടങ്ങുന്ന മറ്റൊരു ചേരി ഇതിനെതിരെ ശക്തമാകുന്നത് ആഗോളതലത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയാണ് ഉയർത്തുന്നത്. ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും കാവൽക്കാരെന്ന് അവകാശപ്പെടുന്നവരുടെ ഈ കൂട്ടുകെട്ട് ലോകത്തെ എത്തിക്കുന്നത് എങ്ങോട്ടാണ്? അധികാരം നിലനിർത്താൻ മനുഷ്യജീവനെ വെച്ച് വിലവേശുന്ന ഈ രാഷ്ട്രീയം എന്നാണ് അവസാനിക്കുക? കളി വെറും അതിർത്തികളിൽ ഒതുങ്ങുന്നില്ല. ചെങ്കടലിലെയും ഹുർമൂസ് കടലിടുക്കിലെയും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തി ആഗോള എണ്ണ വിപണിയെയും സമ്പദ് വ്യവസ്ഥയും ഈ അച്ചുതണ്ട് തകിടം മറിക്കുകയാണെന്ന് ഉറപ്പ്. തങ്ങളുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കായി അന്താരാഷ്ട്ര വാണിജ്യപാതകളെ പോലും ഇവർ യുദ്ധക്കളമാക്കുന്നു. ഞങ്ങൾ ഇന്നലെ അവരെ ശക്തമായി ആക്രമിച്ചു, ഇന്നും അത് തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഈ മനുഷ്യനാണ് സമാധാന നോബലിനു വേണ്ടി ഓടി നടന്നതെന്ന് മറന്നു പോകരുത്. ഈ തമ്മാടി രാജ്യങ്ങൾ ലോക സമാധാനം തകർക്കുകയാണോ?